إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതര ഭാഷകളായ ഉറുദുവിലും അതുപോലെ തന്നെ മലയാളത്തിലുമൊക്കെ പ്രത്യേകമായി നമ്മുടെ മതകാര്യ വകുപ്പ് സംഘടിപ്പിച്ചു വരുന്ന പ്രഭാഷണ പരിപാടിയുടെ ആദ്യ ദിവസമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഫ്ളലു അയ്യാമിദ് ദുനിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഉത്കൃഷ്ടമായ ദിവസങ്ങൾ എന്ന വിഷയത്തിലാണ് ഏതാനും സമയം നമുക്ക് സംസാരിക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബിമാരോട് ചോദിക്കുകയാണ്, അതർദൗന അൻ തകൂനു റുബഅ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗാവകാശികളിൽ 4/1 നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം അതിന്റെ 4/1 നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? ഫകബ്ബറ സഹാബ, സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, അതർദൗന അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിലെ 1/3 നിങ്ങളാകുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ടോ? ഫകബ്ബറു, അപ്പോഴും സഹാബിമാർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു വീണ്ടും തക്ബീർ ചൊല്ലി. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, അതർദൗന അൻ തകൂനു ശത്റ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽ പകുതിയും നിങ്ങളായാലോ? ഫകബ്ബറു, അവർ അപ്പോഴും ഒന്നിച്ച് അല്ലാഹു അക്ബർ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നി ലഅർജു അൻ തകൂനു ശത്റ അഹ്ലിൽ ജന്ന, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ സ്വർഗാവകാശികളിൽ പകുതിയും നിങ്ങളാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് പ്രതീക്ഷിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചില റിപ്പോർട്ട് അനുസരിച്ച് 2/3 ഈ ഉമ്മത്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളിൽ ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ചില ഹദീസുകളിലുള്ളത്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്.
ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയല്ലോ ഈ ലോകത്ത്. ധാരാളക്കണക്കിന് പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഈ ലോകത്ത് കഴിഞ്ഞുപോയല്ലോ. അവരെയൊക്കെ അപേക്ഷിച്ച് ആയുസ് കുറവുള്ളവരും അവസാനം വന്നിട്ടുള്ള ഉമ്മത്തുമാണല്ലോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായം. എന്നിട്ടെന്തേ അവരെയൊക്കെ അപേക്ഷിച്ച് സ്വർഗത്തിൽ പകുതിയിലേറെയും ഈ ഉമ്മത്തിലെ ആളുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഉമ്മത്ത് ഏറ്റവും അവസാനം വന്നിട്ടുള്ള സമുദായമാണ്. എന്നാൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സമുദായം ഈ ഉമ്മത്തായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സിറാത്ത് എന്ന പാലത്തിലൂടെ കുതിച്ചു പായുന്നവർ ഈ സമുദായത്തിലെ മെമ്പർമാരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഖബറിൽ നിന്ന് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട് പുറത്തു പോരുന്നത് ഈ സമുദായമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ മുൻ സമുദായങ്ങളെയൊക്കെ അപേക്ഷിച്ച് ആയുസ് കുറഞ്ഞവരായ ഈ ഉമ്മത്തിന് ഇത്രത്തോളം പ്രാധാന്യം ലഭിച്ചു? ആയുസ്സിന്റെ കാര്യത്തിലും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ഉമ്മത്ത് വളരെ ദുർബലരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 ഫഅഖല്ലുഹും മൻ യജൂസു ദാലിക. എന്റെ സമുദായത്തിന്റെ ശരാശരി ആയുഷ്കാലം 60ന്റെയും 70ന്റെയും ഇടക്കാണ്. അഥവാ 60ന്റെയും 70ന്റെയും ഇടക്ക് കൊഴിഞ്ഞു തീരുന്ന ജീവിതമാണ് ഈ സമുദായത്തിലെ ഉമ്മത്തിനുള്ളത്, മെമ്പർമാർക്കുള്ളത്. 60ഉം 70ഉം ഒക്കെ വിട്ടുകിടക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വളരെ വിരളമാണ്, വളരെ കുറവാണ്. മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ ആയുസ് കുറഞ്ഞ നമ്മൾ, അവസാനം വന്ന നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ ആദ്യമെത്തുന്നു? എങ്ങനെ അവരെക്കാളെല്ലാം അത്യുന്നതമായ ധാരാളക്കണക്കിന് ആളുകൾ ഈ ഉമ്മത്തിലെ മെമ്പർമാരെങ്ങനെ സ്വർഗത്തിലെത്തുന്നു? അത് വിശദീകരിക്കുമ്പോഴാണ് സഹോദരന്മാരെ ഗൗരവത്തോടെ നമ്മൾ ആ രഹസ്യം മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള സമുദായങ്ങൾക്കൊന്നും നൽകപ്പെടാത്ത വലിയ രൂപത്തിലുള്ള നന്മകൾക്ക് വർദ്ധിച്ച തോതിൽ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വല്ലാത്ത വിശേഷ സന്ദർഭങ്ങളും അവസരങ്ങളും ഈ ഉമ്മത്തിന് നൽകിക്കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് റമദാനിൽ നമ്മൾ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്വം. അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകൾ. അതിൽപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് പറയാനുള്ളത്. അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അയ്യാമുൽ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു. ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഒന്നായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 29 മാസം കണ്ടാൽ തിങ്കൾ ഒന്നായിരിക്കും, അന്ന് മുതൽ ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബുദ്ധിയുള്ളൊരു വിശ്വാസി എന്താ ചെയ്യേണ്ടത്? ധാരാളക്കണക്കിന് ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെട്ട ദശദിനങ്ങളാണ്, 10 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധിയും തന്റെ ഇടവുമുള്ള ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അവൻ ഗൗരവത്തോടെ ആലോചിക്കണം. ദുനിയാവിലെ ചെറിയ ചെറിയ ഓഫറുകൾക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് 50 പൈസ, 1 രൂപ, 2 രൂപ ഓഫർ ഉണ്ടെന്ന് വന്നാൽ, ഇന്നലെ 10 രൂപയായിരുന്ന സാധനം ഇന്ന് 9 കിട്ടും, അല്ലെങ്കിൽ 8.50 കിട്ടും എന്ന് വന്നാൽ, നാളെ അത് കിട്ടില്ലെന്നും വന്നാൽ, ഇന്നത്തെ ദിവസം അത്തരം സ്ഥലങ്ങളിൽ പൂഴിയിട്ടാൽ തോരാത്തത്ര, സൂചിക്ക് കുത്താൻ ഇടമില്ലാത്തത്ര റഷും തിരക്കും അകത്തും പുറത്തും നമ്മൾ കാണുന്നു. എന്താ കാരണം? ഒരു ബിഗ് സെയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു, വമ്പിച്ച കിടിലൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ? ഒരു 50 പൈസയുടെ കുറവുണ്ട്, ഒരു ദിർഹമിന്റെ 2 ദിർഹമിന്റെ കുറവുണ്ട്.
അവിടെ ഇടിച്ച് തള്ളി കയറിക്കൊണ്ട് സമയം ചെലവഴിച്ച് ക്യൂ നിന്നുകൊണ്ട് ക്യാഷ് കൗണ്ടറിൽ തിരക്ക് കൂട്ടി അസ്വസ്ഥരായി മണിക്കൂറുകളോളം സമയം നിൽക്കാൻ തയ്യാറുള്ള, മാനസികമായി അതിന് യാതൊരു വിഷമവും അനുഭവിച്ചിട്ടില്ലാത്ത ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർ, റഹ്മാനായ റബ്ബ് പറയുന്നു, മനുഷ്യ, നിന്റെ മരണാനന്തരമുള്ള ജീവിതത്തിൽ നിനക്ക് വമ്പിച്ച കിടിലൻ ഓഫറുകൾ ഇതാ, ഓഫർ ചെയ്യപ്പെട്ട ദിവസങ്ങൾ വരുന്നു. നീ മുതലാക്കാൻ, അത് ചൂഷണം ചെയ്യാൻ, അതിനെ നീ ഉപയോഗപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട്, അള്ളാഹ് നമുക്ക് നൽകുന്ന ബിഗ് ഓഫറുകളോട്, വമ്പിച്ച ഓഫറുകളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു? നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആ 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്നാണ് മഹാന്മാരായ ഒട്ടേറെ സഹാബിമാരിൽ നിന്നും ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്നുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ധാരാളം പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, എന്തായിരിക്കാം ഇങ്ങനെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്ര വലിയ ഓഫർ പ്രഖ്യാപിക്കപ്പെട്ടത്? ഇത്ര വലിയ പ്രാധാന്യം ഇതിന് എന്തുകൊണ്ട് ഉണ്ടായി? മഹാന്മാരായ പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും ഈ വിഷയം പറഞ്ഞപ്പോൾ വിശകലനം നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മാ അശാറ ഇലൈഹി ഇബ്നു ഹജർ റഹിമഹുല്ലാഹു വഗൈറുഹു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിലും അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു കാണാം, മിൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാതി ഫീഹാ മിനസ് സ്വലാത്തി വസ്സിയാമി വസ്സദഖാതി വൽ ഹജ്ജി വദബ്ഹിൽ അളാഹി വസായിരിസ് സാലിഹാത്ത്. ഈ വരുന്ന 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച രൂപത്തിലുള്ള പ്രതിഫലം, നന്മകൾക്ക് വർദ്ധിച്ച രൂപത്തിലുള്ള പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ളത്, വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലൊന്നും ഒന്നിച്ചു വരാത്ത സർവ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു വരുന്നു. മറ്റുള്ള കാലങ്ങളിലൊന്നും ഈ ഇബാദത്ത് എല്ലാം കൂടി ഒന്നിച്ചു വരുന്നില്ല. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട്? നിസ്കാരം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്, നോമ്പെടുക്കാൻ കഴിയുന്നുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഉളുഹിയ്യത്ത് അറവുണ്ട്, മറ്റു സൽക്കർമ്മങ്ങളുണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ള 10 ദിനങ്ങളാണിത്. എല്ലാം അടങ്ങിയിട്ടുള്ള ഇതുപോലെ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, മുഖ്യമായ ഇബാദത്തുകൾ എല്ലാം കൂടി സംഗമിക്കുന്ന, സമ്മേളിക്കുന്ന ഒരു ദിവസങ്ങൾ വേറെയില്ല. അതുകൊണ്ടായിരിക്കാം ഈ ദിനങ്ങൾക്ക് ഇത്രത്തോളം ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടതെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അറഫാ ദിനം എന്ന് പറയുന്ന ദുൽഹജ്ജ് 9ന്റെ മഹത്വമേറിയ അറഫാ ദിനം, അതുപോലെ തന്നെ യൗമുൻ നഹ്ർ എന്നറിയപ്പെടുന്ന ദുൽഹജ്ജ് 10, അതൊക്കെയും ഈ ദിവസങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ളത്. മാത്രമല്ല ലിയദ്കുറുസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞിടത്ത് അധിക മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത? പലപ്പോഴും അതിനെ സംബന്ധിച്ച് ഈ സമുദായം ചിന്തിക്കാതെ പോവുകയാണ്. ഏതോ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, ദുൽഖഅദ് കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞുപോയി, അതുപോലെ ഇനിയും കഴിഞ്ഞു കടന്നു പോകും ദുൽഹജ്ജ് 10ഉം. അങ്ങനെ വിടേണ്ടവരാണോ? നിസ്സാരമായി ഗണിക്കേണ്ടതാണോ സഹോദരങ്ങളെ ഈ 10 ദിവസങ്ങൾ? ഒരിക്കലുമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, നമ്മൾ ഗൗരവത്തോടെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങളെ എല്ലാവരും ഉണർന്ന് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. അവിടുന്ന് പറയുന്നു, മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി ഫീഹിന്നൽ അമൽ ഔ അഫ്ദലു ഫീഹിന്നൽ അമൽ മിൻ അയ്യാമിൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ദിവസങ്ങൾ വേറെയില്ല. ഏതുപോലെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോളം
അള്ളാഹുവിന്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾക്ക് സ്വീകാര്യതയും ശ്രേഷ്ഠതയും പ്രഖ്യാപിക്കപ്പെട്ട മറ്റു ദിവസങ്ങളില്ല. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തിയാലും ഇത്ര കൂലിയില്ലേ? അള്ളാന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയാലും ജിഹാദ് നടത്തിയാലും അവർക്ക് പോലും ഈ ദുൽഹജ്ജ് 10 ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ജിഹാദിന് പോകുന്നവർക്ക് പോലും ഇല്ലയോ? സഹാബത്തിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, അതേ, വലൽ ജിഹാദു, ജിഹാദിനും ഇതിനേക്കാൾ താഴെയാണ് പ്രതിഫലം. പക്ഷേ ഇതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ജിഹാദുണ്ട്. അത് ജിഹാദിന്റെ ഏറ്റവും ഉന്നതമായ ഇനമാണ്. അതേതാണ്? ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലാ യർജിഉ മിൻ ദാലിക ബിശൈഇ. ഒരാൾ ഒഴികെ, അയാൾ തന്റെ ശരീരം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു, തന്റെ ധനം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു, എന്നിട്ട് ഫലാ യർജിഉ മിൻ ദാലിക ബിശൈഇൻ, സമരമുഖത്ത് നിന്ന് അവന് ഒന്നും തിരികെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ പോയി, അയാൾ മരിച്ചു. ശരീരം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചു. അതുപോലെ തന്നെ ധനം കൊടുത്തു. ആ ജിഹാദ് നടത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലം ഇങ്ങോട്ടെത്തൂല. അത് മാത്രം ഇതിനോട് കടപിടിക്കൂല. അതല്ലാത്ത നിലക്കുള്ള മറ്റ് ജിഹാദുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലിയ പ്രതിഫലമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാനാവുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. ഇനി നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളെ നമ്മളെങ്ങാനും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മേക്കാൾ വലിയ വിഡ്ഢികൾ ആരാ ഉണ്ടാവുക? അല്ല ഇത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ച ദിവസങ്ങൾ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട്, ആ ദിവസങ്ങളിൽ നമുക്ക് ആഫിയത്ത് തന്നിട്ട്, ജീവിക്കാനുള്ള അവസരം തന്നിട്ട്, എത്രയോ ആളുകളിൽ നിന്ന് മണ്ണറയിൽ ഖബറിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ. നമ്മുടെ ബന്ധുക്കൾ അല്ലാത്തവർ പലരും മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി അഥവാ ഇസ്ലാമിക ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അന്യനാട്ടിൽ പോയി വീരമൃത്യു വരിച്ചവരായ ഈ രാജ്യത്തിന്റെ നല്ലവരായ ജവാന്മാർ, പട്ടാളക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഷഹീദുകളുടെ പദവി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പലരും ദിനേന ഇങ്ങനെ ഈ ലോകത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോഴും ജീവിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ആഫിയത്ത് തന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കിട്ടുമോ ഇല്ലേ? അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അമലുകൾ വർദ്ധിപ്പിക്കുന്ന നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. ആ വലിയ ഒരു വല്ലാത്തൊരു സുവർണ അവസരമാണ് നമുക്ക് കൈവരുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇത്രത്തോളം പ്രാധാന്യമുള്ള ദിവസങ്ങൾ വേറെ ഇല്ല എന്ന് മഹാന്മാര് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാം. ലൈലത്തുൽ ഖദർ ഒഴികെയുള്ള എല്ലാ സന്ദർഭങ്ങളെക്കാൾ ലൈലത്തുൽ ഖദർ വേറിട്ട് നിൽക്കുന്നു. അതല്ലാത്ത എല്ലാ ദിവസങ്ങളെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലെന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒരുങ്ങണം. ഈ ദിവസങ്ങളെ സ്വീകരിക്കാനും അതിനെ ഉപയോഗപ്പെടുത്താനും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, നീ ഒരുങ്ങേണ്ടത് അത്തൗബത്തു സാദിഖ, സത്യസന്ധമായി തൗബ ചെയ്യണം. നല്ലോണം മനസ്സ് പറകളഞ്ഞ നിലക്ക് അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കണം. പരിശുദ്ധമായ നിലക്കായിരിക്കണം നമുക്ക് ദുൽഹജ്ജിൽ പ്രവേശിക്കേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മനസ്സൊക്കെ ക്ലിയർ ആക്കിയിട്ട്, പാപങ്ങളൊക്കെ വന്നുപോയിട്ടുണ്ട് റബ്ബേ, നിന്നോട് ഞാൻ താണ് കേണ് അപേക്ഷിക്കുന്നു, എന്റെ മനസ്സിന് നീ കഴുകിക്കളയണം. പടച്ചറബേ, എന്റെ പാപക്കറകളിൽ നിന്ന് എന്റെ മനസ്സിനെ, എന്റെ ഖൽബിനെ നീ വൃത്തിയാക്കണം. വെള്ളവസ്ത്രം അഴുക്കുകളിൽ നിന്ന് ശുചീകരിക്കും പോലെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നിസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ നമ്മൾ നടത്തുന്ന പ്രാരംഭ പ്രാർത്ഥനകൾ വജ്ജഹ്തു വജ്ഹിയ ലില്ലദി എന്ന പ്രാർത്ഥനയ്ക്ക് പുറമെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന നമ്മിൽ പലർക്കും അറിയുക പോലുമില്ല. നമ്മിൽ പലർക്കും അത് പഠിക്കാനുള്ള ഭാഗ്യം പോലും കിട്ടിയിട്ടില്ല.
اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الابيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد എത്ര മാത്രം മൂല്യവത്തായ പാപമോചനത്തിനുള്ള തേട്ടമാണത്. മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന സർവ്വരൂപത്തിലുള്ള തിന്മകളുടെയും മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടി സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ മുമ്പിൽ നെഞ്ചത്ത് കൈവച്ച് നിന്നുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന വിനീതമായ ഏറ്റവും വലിയ അപേക്ഷ, ആ അപേക്ഷ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. കറകളഞ്ഞൊരു മനസ്സുമായിട്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആവേശത്തോടെ നമ്മൾ മുന്നോട്ട് വരണം എന്നാണ് എന്നോടും എനിക്ക് എന്റെ ശ്രോതാക്കളോടും ഉണർത്താനുള്ളത്. അതുകൊണ്ട് തൗബ ചെയ്യുക. രണ്ടാമത്തത് എന്താ? അൽ അസ്മുൽ ജാദ് അല ഇഗ്തിനാമി ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങൾ ഞാൻ ശരിക്കും മുതലെടുക്കും ഇൻഷാ അല്ലാഹ് എന്നുള്ള ഒരു തീരുമാനം നിനക്ക് വേണം, ഒരു നിയ്യത്ത് ഇപ്പോ തന്നെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദുൽഹജ്ജ് 10കളും ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളും എന്റെ ആയുസ്സിൽ കടന്നുപോയി. ഇത്രത്തോളം മഹത്വമുണ്ടെന്ന് പലപ്പോഴും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, ഞാൻ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. അല്ലാഹ് എന്നിൽ പോരായ്മകൾ സംഭവിച്ചു. ഇന്നിന്റെ ദിവസം ഞാൻ ഇതറിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസങ്ങളും ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തുമെന്നുള്ളൊരു നിയ്യത്ത് വന്നാൽ ഇനി നമുക്ക് അഥവാ വല്ല രോഗം കാരണത്താലോ പ്രയാസത്താലോ സാധ്യമായില്ലെങ്കിൽ പോലും ആ സദുദ്ദേശത്തിന് വരെ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് ബറക്കത്തുണ്ടാകും, പുണ്യമുണ്ടാകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഹമ്മ ബിഹസന, ഒരു നല്ല കാര്യം ചെയ്യാൻ ആരെങ്കിലും വിചാരിച്ചാൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇനി അവൻ അതിന് സാധ്യമായില്ലെങ്കിൽ പോലും, മനഃപൂർവ്വമല്ല, അവന് സാധ്യമായില്ലെങ്കിൽ പോലും ആ വിചാരിച്ച വിചാരത്തിന് പുണ്യമുണ്ട്. നമുക്കറിയാം എത്രയോ ആളുകൾ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ട സർവ്വ സജ്ജീകരണങ്ങളും ചെയ്ത് യാത്രക്കൊരുങ്ങിയപ്പോ അപകടം സംഭവിച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് യാത്ര പോകാൻ കഴിഞ്ഞിട്ടില്ല പലർക്കും. എന്താ കാരണം? അവർക്കതിന്റെ പ്രതിഫലം കിട്ടി, തീർച്ചയാണ്, അതൊരു സംശയവുമില്ല. കാരണം ഉദ്ദേശം അവരിൽ ഉണ്ടായി, നിയ്യത്തുണ്ടായി. അവരറിയാത്ത നിലക്കുള്ള ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാലും അല്ലാഹു അവർക്കതിന്റെ പ്രതിഫലം നൽകുന്നു. അത് റബ്ബ് നൽകുന്ന നമ്മോടുള്ള കാരുണ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വരുന്ന ദിവസങ്ങൾ ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തും എന്ന് തീരുമാനിക്കണം. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ദിവസങ്ങളതാ ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിശുദ്ധമായ ഭൂമികളാണ്. അവരുടെ ഉറക്കത്തിലും ഉണർച്ചയിലും ഒക്കെ തെളിഞ്ഞു വരുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരീ സഹോദരന്മാരവിടെ സ്വരാജ്യം വിട്ട് യാത്രയിലാണ്. പലരും യാത്ര പോകാനുള്ള തീയതികൾ കുറിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് വേണ്ട ഒരുക്കത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ഉദ്ദേശിക്കുന്ന സർവ്വ ഹാജിമാർക്കും അതിനുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ, അവരിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ തീരുമാനമെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, മനുഷ്യരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആഗ്രഹമുണ്ട്. ബൈത്തുള്ള കാണണം, ഹറമിലേക്ക് പോകണം, പരിശുദ്ധ കഅബാലയം പോയി കാണണം, അവിടെ തവാഫ് ചെയ്യണം, എനിക്ക് ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത മനസ്സുകളില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും എല്ലാ വർഷവും അതിന് സാധിക്കുകയുമില്ല. എല്ലാവർക്കും അതിന് സാധിക്കൂല. എന്നാൽ അല്ലാഹ് സാധ്യതയുള്ളവരോട് ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും നീ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ പോകാൻ സാധിച്ചിട്ടില്ലാത്ത, അതല്ലെങ്കിൽ ഈ നാട്ടിൽ, അതല്ലെങ്കിൽ എവിടെയാണോ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ വജഅല മൗസിമൽ അശ്രി മുസ്തരികൻ ബൈന സായിരീന വൽ ഖായിദീൻ, ആ രാജ്യത്തേക്ക് പോകുന്ന മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ പോകാനാവാതെ ഇവിടെ കഴിയുന്ന മുത്തഖീങ്ങളായ ആ മനുഷ്യന്മാർക്കും ആ ഹജ്ജിന്റെ അതുപോലെയുള്ള പുണ്യം നേടാൻ അല്ലാഹ് തന്നിട്ടുള്ള അവസരമാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഹജ്ജിന് പോകാൻ കഴിഞ്ഞപ്പോ പോയി, എപ്പോഴും പോകാൻ കഴിയില്ലല്ലോ. പോകാൻ കഴിയാതെ നമ്മൾ ഇവിടെ ദുൽഹജ്ജ് 10 നാട്ടിലാരൊക്കെ ഉണ്ട്? ഹജ്ജിന് പോകുന്ന ആളുകളുടെ അതുപോലത്തെ മഹത്വം നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് കരിഞ്ഞരുളി തന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. എനിക്ക് കൊല്ലം പോകാൻ കഴിഞ്ഞില്ലല്ലോ,
സങ്കടം വേണ്ട. പോയിട്ടില്ല, നിർബന്ധമായിട്ട് ഹജ്ജ് നിർബന്ധമായിട്ട് പോയിട്ടില്ലെങ്കിൽ ആ സങ്കടം നല്ലോണം വേണം. കാരണം വല്ലാത്തൊരു ദുരന്തമാണ് താക്കീത് നൽകപ്പെട്ടിട്ടുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ച് ആരെങ്കിലും ചിന്തിക്കാതെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ, ആണായാലും പെണ്ണായാലും ഗൗരവത്തോടെ ചിന്തിച്ചോളൂ. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർബന്ധമാകണമെങ്കിൽ നമ്മൾ വിചാരിക്കും പോലെ വലിയ സമ്പന്നതയുടെ ഉന്നത കോടിയിലെത്തണമെന്നൊന്നും ആരും ധരിച്ചു പോകണ്ട. എനിക്കും എന്റെ കുടുംബത്തിനും പട്ടിണി കിടക്കാതെ കഴിയാനുള്ള വകയ്ക്ക് പുറമെ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, എനിക്കും എന്റെ കുടുംബത്തിനും പട്ടിണി കിടക്കാതെ കഴിയാനുള്ള സാമ്പത്തിക ശേഷിക്ക് പുറമെ വിശുദ്ധമായ ഭൂമിയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാനുള്ള ഒരു സാമ്പത്തിക ശേഷി കൂടി എനിക്ക് എന്ന് തികയുന്നുവോ അന്ന് മുതൽ എനിക്ക് ഹജ്ജ് നിർബന്ധമാണ്. പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ഗൗരവം പലരും ചിന്തിച്ചിട്ടില്ല. പലരും മകളെ നോക്കുകയാണ്, വിവാഹപ്രായമായിട്ട് വരികയാണ്, ഹജ്ജിന് പോകാനൊക്കെ കഴിയുമ്പോൾ പക്ഷെ ഇതാണ് കഴിയട്ടെ. പലരും പല ന്യായങ്ങള്, മുട്ടുന്യായങ്ങൾ പറയുകയാണ്. എപ്പോഴാണോ നിനക്ക് നിർബന്ധമാകുന്നത് ആ വർഷത്തിൽ ഉടനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള കനത്ത ബാധ്യതയാണ് സഹോദരങ്ങളെ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ. ആ ഭാഗം അടിവരയിട്ടുകൊണ്ട് കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിനോട് മനുഷ്യർക്ക് ചെയ്തു തീർക്കാനുള്ള കടമകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവന്റെ വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവന് കഴിയുമെങ്കിൽ അവൻ പോകൽ. എന്നിട്ടല്ല പറഞ്ഞ വാചകം വമൻ കഫറ. വമൻ കഫറ, ആരെങ്കിലും നിഷേധിയായ, എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടും അതിന് പോകാൻ താല്പര്യമില്ല, കാഫിറായി പോകുന്ന ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. ആരെങ്കിലും അതിന് തയ്യാറില്ല, എനിക്കതൊന്നും താല്പര്യമില്ല, അതൊന്നും പോണ്ട, കുറച്ചും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, അവസാനം ഒരു ഹജ്ജ് ചെയ്യാമെന്നാണോ മനസ്സിൽ? അള്ളാഹു സർവ്വലോകരുടെയും കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഒരു ആവശ്യമില്ല. നമ്മൾ ഹജ്ജിന് പോയാൽ നമുക്കുണ്ട്. അള്ളാഹ്ക്ക് നമ്മൾ പോയാലും പോയില്ലെങ്കിലും ഒന്നും വരല്ല. ലോകത്തുള്ള എല്ലാവരും കൂടി ഹജ്ജിന് പോകാറ് നാട്ടിലിരുന്നോ അള്ളാഹിന്റെ അധികാരത്തിൽ നിന്നും പദവിയിൽ നിന്നും ഒട്ടും കുറവ് വരൂല. എല്ലാവരും കൂടി അറഫ മൈതാനിയിൽ പോയി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അവർക്കൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹിന്റെ ഖജനാവിൽ നിന്ന് ഒന്നും നഷ്ടം വരൂല. നമ്മൾ നന്നായാൽ നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആലോചിക്കുക. ഇക്കൊല്ലം ഇപ്പൊ തീരുമാനം എടുക്കാൻ സമയം വൈകി, പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് എനിക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. ഓരോ സഹോദരിയും ചിന്തിക്കണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണത്തിന്റെ ഉടമകളായി അറിയപ്പെടുന്ന സഹോദരിമാർ, 10ഉം 100ഉം 200ഉം പവൻ ബാങ്ക് ലോക്കറിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അണിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് നടക്കുന്ന സഹോദരിമാർ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെന്ന്. ആലോചിച്ചിട്ടില്ല. എവിടേക്കാണ് ഈ സമുദായം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എപ്പോഴാ മരണം മാടി വിളിക്കുക? എപ്പോഴാണ് നമ്മെ കൊണ്ടുപോവുക? അല്ലാഹു നമുക്ക് ഈമാനുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉണരുക, ചിന്തിക്കുക. ഈ സന്ദർഭം അതിന് പറ്റിയ സന്ദർഭമാണ്. ആലോചിക്കുക, ഒരു തീരുമാനമെടുക്കുക. നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എനിക്കും എന്റെ കുടുംബത്തിനും പട്ടിണി കിടക്കാതെ ജീവിക്കാവുന്ന ഒരു വകയും അതിന്റെ പുറമെ വിശുദ്ധ ഭൂമിയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാവുന്ന ഒരു സാമ്പത്തിക ശേഷിയും തികയുന്ന അന്ന് മുതൽ എനിക്ക് ഹജ്ജ് നിർബന്ധമാണ്. അത് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രൂപത്തിലുള്ള ഹജ്ജ് അത് നിർവഹിച്ചവരിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അത് നിർവഹിക്കാൻ പോകുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നിർവഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എത്രയും വേഗം അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ പ്രാധാന്യമുള്ള ദിവസങ്ങൾ, ആ പ്രാധാന്യമുള്ള സമയങ്ങൾ പോകാൻ കഴിയാതെ നമ്മൾ നാട്ടിലാണെങ്കിലും നിരാശപ്പെടേണ്ട. തൽക്കാലം എന്താ, ഈ ദിവസങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പാപങ്ങൾ തീരെ വർജിച്ചുകൊണ്ട്, ഒരു പാപങ്ങളും ചെയ്യാതെ കണ്ട് നമ്മൾ എല്ലാ നിലക്കും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ദിവസങ്ങളാണിത്. ഏതൊക്കെ കർമ്മങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാം?
സൽക്കർമ്മങ്ങൾ എന്ന മൊത്തത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, എന്നല്ലേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആരെങ്കിലും ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ കോടാനുകോടി മനുഷ്യന്മാര് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം അതങ്ങ് രേഖപ്പെടുത്തപ്പെടാതെ എനിക്ക് പ്രതിഫലം നഷ്ടപ്പെടുമോ എന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല. എത്ര നിസ്സാരമായ അമല് ചെയ്താലും അതിന് വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, എന്തൊക്കെ ദുൽഹജ്ജ് 1 മുതൽ, ദുൽഹജ്ജ് മാസപ്പിറവിയാണ് ദൃശ്യമായത് മുതൽ നമ്മൾ ചിന്തിക്കുക. ഒന്ന്, ഏറ്റവും പരമപ്രധാനമായ ഇബാദത്താണ് 5 നേരത്തെ നിസ്കാരം. മറ്റ് ദിവസങ്ങളെക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ ഈ ദിവസത്തെ കാണുക. എല്ലാ ദിവസവും നമ്മൾ ജമാഅത്തിന് എത്തണം, കഴിയുന്നത്ര 1-ാം സഫ് ലഭിക്കണം, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ധാരാളം പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ടു ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അത് നേരത്തെ പോകാൻ ശ്രദ്ധിക്കുക, നേരത്തെ പള്ളിയിൽ പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 1-ാമത്തെ സഫ് കിട്ടുമോ എന്ന് നോക്കുക. സുന്നത്ത് നിസ്കാരങ്ങളിൽ സജീവമായ ശ്രദ്ധയുണ്ടാവുക. അല്ലാത്ത കാലഘട്ടത്തിൽ പോലും ആരെങ്കിലും 12 റക്അത്ത് ആരെങ്കിലും ദിനേന ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി കൊണ്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ ആരെങ്കിലും പതിവായി നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു മാളിക അല്ലാഹു നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് ഈ 10 ദിവസങ്ങളിൽ നിർവഹിക്കും അതിന് വർദ്ധിച്ച തോതിലല്ലേ പുണ്യം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഏതാ ഈ 12? ഫജ്ർ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത്. ആ 2 റക്അത്ത് നിസ്കാരത്തിന്റെ മഹത്വം തന്നെ ഇസ്ലാം പറഞ്ഞത് എത്രയാ? ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവും അതിലുള്ളതിനേക്കാളൊക്കെ ഖൈറാണ് എന്നാണ് ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പൊ ഫജ്ർ നിസ്കാരത്തിന്റെ പുണ്യം എത്രയായിരിക്കും? ഫർളിന്റെ മുമ്പുള്ള സുന്നത്തിന്റെ കൂലിയാപ്പ ഈ പറഞ്ഞത്. ഈ ദുനിയാവ് മുഴുവനും കിട്ടിയാലും അതിനേക്കാൾ ഖൈറാണ് എങ്കിൽ ആ ഫർളിന്റെ പ്രതിഫലം എത്രയായിരിക്കും? കണക്കാക്കാൻ കഴിയൂല. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത്രത്തോളം വർദ്ധിത തോതിലുള്ള പുണ്യം. അപ്പൊ സുബഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, അപ്പൊ 6 2 8 മഗ്രിബിക്ക് ശേഷം 2, 10 ഇശാഇന് ശേഷം 2, 12. ഇങ്ങനെ ഏറ്റവും മുഅക്കദായ പ്രാധാന്യപൂർവ്വമുള്ള 12 റക്അത്ത്. ഇനി അതിന്റെ പുറമെ ളുഹറിന്റെ ശേഷം 4 ആണ് നിസ്കരിക്കുന്നതെങ്കിലും അത് നല്ലതാണ്. അസറിന്റെ മുമ്പ് നിങ്ങൾക്ക് 4 നിസ്കരിക്കാം, മഗ്രിബിന്റെ മുമ്പ് നിങ്ങൾക്ക് 2 നിസ്കരിക്കാം. അങ്ങനെ രാത്രിയിലെ നിസ്കാരം വേറെയുമുണ്ട്. ഇങ്ങനെ സുന്നത്തായ നിസ്കാരങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഫർള് നിസ്കാരത്തിന് കൃത്യമായി, ഞാൻ എന്ത് ജോലിക്കാരനാണെങ്കിലും, ഞാൻ എത്ര തന്നെ ബിസിയാണെങ്കിലും എനിക്ക് അനുവാദം ലഭ്യമാകുമോ എന്നാണ് ഞാൻ നോക്കേണ്ടത്. എത്രയോ ചെറുപ്പക്കാര് പള്ളിയിലെ ജമാഅത്തിന് പോകാതെ ജോലി സ്ഥലങ്ങളിൽ കഴിച്ചുകൂട്ടുന്നതായി കാണാം. പലപ്പോഴും പറയും മുതലാളി അനുവദിക്കാഞ്ഞിട്ടാണെന്ന്. നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ? നമ്മൾ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചു പരാജയപ്പെട്ടാ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രമിച്ചു നോക്കണം. എനിക്ക് 5 നേരം പള്ളിയിൽ പോകാൻ അനുവാദം തരുമോ? ഒരു ഓണറോട്, ഒരു മുതലാളിയോട് ചോദിക്കണം. അതൊരു നമ്മുടെ ഒരു ജിഹാദിന്റെ ഒരു ഭാഗമാണ്. ചോദിക്കണം. കിട്ടിയാൽ വമ്പിച്ച കിട്ടലല്ലേ, അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ 5 നേരത്തെ നിസ്കാരം അത് ജമാഅത്തിന് പള്ളിയിൽ, അത് തന്നെ കഴിയുമെങ്കിൽ 1-ാമത്തെ സഫിൽ, അത് തന്നെ കഴിയുമെങ്കിൽ നേരത്തെ എത്തുക. അങ്ങനെ ഫർള് നിസ്കാരങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിന്റെ ഒരു ട്രെയിനിങ് നേടേണ്ടതുണ്ട്. സുജൂദുകൾ അധികരിപ്പിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ദുഹാ നിസ്കാരം അല്ലേ, ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ദിക്റുകളും ദുആകളുമായി കൊണ്ട് കഴിച്ചു കൂട്ടിയിട്ട് സൂര്യോദയം നടന്ന് ഒരു 20 മിനിറ്റ് കൂടി നീ താമസിച്ച് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ നിനക്കൊരു ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം എന്നുള്ള ഹദീസുകൾ നമ്മൾ കേട്ടവരല്ലേ, അത് നമ്മൾ വായിച്ചവരല്ലേ, മനസ്സിലാക്കിയവരല്ലേ. എന്നും അതിന് കഴിഞ്ഞോളണമെന്നില്ല. നമ്മളൊക്കെ ഡ്യൂട്ടി ഉള്ളവരാണ്, ജോലിയുള്ളവരാണ്, തിരക്കുള്ളവരാണ്. പക്ഷേ ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ജോലി ഇല്ലാത്തൊരു ദിവസം ഇരുന്നൂടെ? നമുക്ക് ഓഫുള്ള ഒരു ദിവസം ഇരുന്നൂടെ?
എപ്പോഴെങ്കിലും ഒന്നിരുന്നൂടെ? ജീവിതത്തിൽ ഇന്ന് വരെ അക്കാര്യത്തിന് ശ്രദ്ധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും സുബഹിക്കിരിക്കാതെ പോയിട്ടില്ല, നമ്മളോ ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല എന്ന് വരുമ്പോ ഇടയ്ക്കിടെയെങ്കിലും ഒന്നിരുന്ന് ഹബീബിനോടുള്ള ഒരു സ്നേഹം നമ്മൾ പുതുക്കണ്ടേ? അള്ളാഹുവിനോട് സ്നേഹം അതിലൂടെ നമുക്ക് നേടണ്ടേ? തീർച്ചയാണ് നേടണം. അതുകൊണ്ട് നിർബന്ധ നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും ഈ സമയത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. ഏറ്റവും അതിൽ ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബികസറത്തിസ് സുജൂദി ലില്ലാഹ്, നീ അല്ലാഹുവിന്റെ മുമ്പിലുള്ള സുജൂദ് നീ അധികരിപ്പിച്ചോ. അള്ളാഹ് നമുക്ക് നിസ്കരിക്കാൻ എത്ര നിസ്കാരങ്ങൾ എന്നിട്ടും രാത്രി നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, തഹിയ്യത്തുണ്ട്, റവാത്തിബ് സുന്നത്തുകളുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, എന്തൊക്കെയോ നിസ്കാരങ്ങൾ ധാരാളം ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. നീ സുജൂദുകൾ അധികരിപ്പിക്കണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദ, നീ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യുന്ന വേളയിൽ തന്നെ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജതൻ, അത് മുഖേന അല്ലാഹ് നിനക്ക് ഒരു പദവി ഇങ്ങനെ ഉയർത്തി തരികയാണ്. വഹുത്ത അൻക ബിഹാ ഖതീആ, നിന്നിൽ നിന്ന് ഒരു പാപം അതിലൂടെ റബ്ബങ്ങ് മായ്ച്ചു കളയുന്നു. ഒരു പാപം മായ്ച്ചു കളയുന്നു. അല്ലാഹുവിങ്കലേക്ക് നമ്മുടെ ദറജ ഇങ്ങനെ ഉയരുന്നു. ഒരൊറ്റ സുജൂദ് കൊണ്ടുള്ള മഹത്വമാ പറയുന്നത്. അങ്ങനെ സുജൂദുകൾ ധാരാളം നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, അതേ സുജൂദ് മാത്രമായിട്ടൊരു സുജൂദില്ല, സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇങ്ങനെ സുജൂദുകൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം നമ്മൾ വെക്കുന്ന കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഒരുത്തന്റെ മുമ്പിലും ഈ നെറ്റിത്തടം നിലത്ത് വെക്കാൻ നമ്മൾ സമ്മതിക്കൂലെന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഈ സുജൂദ് എന്ന് പറയുന്ന ഇബാദത്ത്, അതിലൂടെ അല്ലാഹു നമുക്ക് ഏറ്റവും വലിയ ദർജയാണ് ഉയർത്തിത്തരുന്നത്. നമ്മുടെ പാപങ്ങളാണ് അതിലൂടെ പൊറുക്കപ്പെടുന്നത് എന്ന് വന്നാൽ ഈ നിസ്കാരങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത്, അസ്റിന്റെ മുമ്പ്, മഗ്രിബിന്റെ ശേഷം, മഗ്രിബിന്റെ മുമ്പ്, ഇശാക്ക് മുമ്പ്, ശേഷം, ഫജ്റിന്റെ മുമ്പ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്നാ ചിന്തിക്കണം സഹോദരങ്ങളെ. വമ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 50 പൈസ, 1 രൂപ, മാക്സിമം 5 രൂപ, 5 ദിർഹം ഓഫർ ഉണ്ടെന്ന് വന്ന എത്ര മണിക്കൂറാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അത്തരം കേന്ദ്രങ്ങളിൽ? അള്ളാഹു പറയുന്നു, മനുഷ്യ, നിനക്ക് സ്വർഗത്തിൽ ഒരു മണിമാടം ഞാൻ ഇത് ഓഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോ, ഇല്ല, ഇന്നേ വരെ ആ വഴിയിലേക്ക് ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഖബറിൽ പോകാൻ തയ്യാറായോ? നമ്മൾ മരണത്തിന്റെ ശബ്ദത്തിന് കാതോർക്കാൻ ഇപ്പോഴും മനസ്സ് വെച്ചോ? അല്ലാഹുവേ, ഈമാനുള്ള മരണം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഏറ്റവും ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മം നമ്മുടെ നിസ്കാരം തന്നെ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള പരമപ്രധാനമായ കാര്യമാണ് സൽക്കർമ്മങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ പെട്ടതാണല്ലോ പൊതുവായ അർത്ഥത്തിൽ തന്നെ നോമ്പനുഷ്ഠിക്കൽ. അതുകൊണ്ട് സാധ്യമാകുമെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ 9 ദിവസം വരെയും നോമ്പെടുക്കാവുന്നതാണ്. അതിൽ അറഫാ ദിനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ അതിൽ വരുന്ന തിങ്കളിനും പ്രാധാന്യമുണ്ട്, വ്യാഴാഴ്ചക്കും പ്രാധാന്യമുണ്ട്. അതിന്റെ പുറമേ സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്താലും ഇത്രത്തോളം വർദ്ധിത തോതിൽ പുണ്യം ലഭിക്കുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഈ ദിവസങ്ങളിൽ മുഴുവനുമായി കൊണ്ട് ഒരാൾ നോമ്പെടുത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ പോലും അതിന്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് സഹ്സഹ അല്ലാഹു വജ്ഹഹു അനിൻ നാരി ബിദാലികൽ യൗമി 70 ഖരീഫാ. ആരെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസത്തിൽ നോമ്പെടുത്താൽ തന്നെയും 70ഓളം വർഷത്തെ വഴിദൂരം നരകത്തെയും അവനെയും തൊട്ട് റബ്ബ് അകറ്റുന്നു. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖൻദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനത്തിൽ നോമ്പെടുത്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരത്തിന്റെ കണക്കാക്കിക്കൊണ്ട് ഒരു കിടങ്ങ് കുഴിക്കപ്പെടുന്നതാണ്. അത്രത്തോളം അവനും നരകവും തമ്മിൽ അകറ്റപ്പെടുന്നു. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു മിൻഹു ജഹന്നമ മസീറത മിഅത ആം. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ
100 കൊല്ലത്തെ വഴിദൂരം അവനെയും ജഹന്നമിനെയും വിട്ടുകൊണ്ട് അള്ളാഹ് അകറ്റുന്നതാണ്, നരകത്തീനെ അവനിൽ നിന്നും അകറ്റുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സുന്നത്തായ ഈ ദിവസങ്ങളിൽ അറഫ നോമ്പ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതിന് ഏറ്റവും വലിയ മഹത്വമുണ്ട്. അതുപോലെ തിങ്കളിന്റെ മഹത്വമുണ്ട്, വ്യാഴത്തിന് മഹത്വമുണ്ട്. അതിന്റെ പുറമെ മറ്റു ദിവസങ്ങളിലും ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ ഈ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പെടുക്കാം. അല്ലാഹു പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കഴിഞ്ഞകാല റമദാനിന്റെ നോമ്പുകൾ ആർക്കെങ്കിലും നിർവഹിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവര് നിർബന്ധ നോമ്പ് വേഗം നോറ്റാണ് വേണ്ടത്. സുന്നത്തുകൾക്കാൾ പ്രാധാന്യം ഫർളല്ലേ? ഫർള് വേഗം നോറ്റുവിട്ടണം. സഹോദരിമാരൊക്കെ ഒരു പക്ഷേ അവർക്ക് നഷ്ടമായ നോമ്പുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. അവര് വേഗം ആ ഫർള് വീട്ടാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അത് അവരുടെ കടത്തിൽ, അവരുടെ കടമയിൽ പെട്ട് കിടക്കുകയാണ്. ഇന്നവർ മരിച്ചാൽ അവർ ബാധ്യതയിലാ കിടക്കുന്നത് ആ നോമ്പുകൾ. അതേവസരം ഇത് അതിൽ പെടുന്നില്ല. അതുകൊണ്ട് അത് വീട്ടാനുള്ളവർ അതിന് പ്രാധാന്യം കൊടുക്കണേ എന്ന് സാന്ദർഭികമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം ഈ സമയത്ത് നിർവഹിക്കുന്ന ഉംറ, ഹജ്ജിനോടനുബന്ധിച്ച് ആളുകൾ ചെയ്യുന്ന ഉംറയുണ്ടല്ലോ, ഇപ്പൊ പോകാൻ കഴിയുന്നവർക്ക് വലിയ ഭാഗ്യം. കാരണം അവർക്ക് സ്ഥലവും വമ്പിച്ച സ്ഥലം, സമയവും ഏറ്റവും വമ്പിച്ച സമയം എല്ലാം തികഞ്ഞു കിട്ടുകയാണ് അവിടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ പ്രശ്നങ്ങളുള്ള, പ്രതിസന്ധികളുള്ള പ്രത്യേകമായ സന്ദർഭങ്ങളിലൂടെയാണ് ഈ മുസ്ലിം ഉമ്മത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ അതൊക്കെ വരണം, അതൊക്കെ വേണം. അതിനൊക്കെ ഈ ദിവസങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹദീസുകളിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ളമു വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന ഇൻദല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസങ്ങളോളം അള്ളാഹുവിന്റെ അടുക്കൽ അമലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പുണ്യം കിട്ടുന്ന, മഹത്വമേറിയ വേറെ ദിവസങ്ങളില്ല. അതുകൊണ്ട് ഓ ജനങ്ങളെ, ഫാക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീൽ വർദ്ധിപ്പിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണേ, തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വർദ്ധിപ്പിക്കണേ, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അധികരിപ്പിക്കണം. സമൂഹത്തിൽ നിന്ന് പോയ ഒരു സുന്നത്താണ്. നമ്മളൊരു കാര്യം കേൾക്കണം, പലപ്പോഴും നമുക്ക് പുതുമ തോന്നും. കാരണം നമ്മളാരും ചെയ്യാറില്ല. എന്നാൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറയുന്നത് എന്താ? ഇമാം ബുഖാരി പറയാണ്, കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ يخرجان إلى السوق في أيام العشر يكبران ويكبر الناس بتكبيرهما. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നാലെ ഏത് സുന്നത്തുകളെയും അനുകരിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമൊക്കെ യഖ്റുജാനി ഇല സൂഖി ഫി അയ്യാമിൽ അശ്രി, ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പോലും അവര് മാർക്കറ്റിലേക്ക് പുറപ്പെടുമ്പോൾ യുകബ്ബിറാൻ, തക്ബീറുകൾ ചൊല്ലാറുണ്ടായിരുന്നു. വയുകബ്ബിറുന്നാസു ബിതക്ബീരിഹിമാ, അവരുടെ തക്ബീർ കേട്ടിട്ട് ജനങ്ങളും തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. നമുക്കാകെ ഒരു തക്ബീർ പരിചയമുള്ളത് ഈദ്ഗാഹിൽ ചെല്ലുമ്പോൾ മാത്രം. വേറെ പിന്നെ ചെല്ലന്നല്ല. പോകുമ്പോഴൊക്കെ വേറെ വർത്താനം പറഞ്ഞ് കാറിൽ ഇങ്ങനെ പോലെ നടന്നിങ്ങനെ പോകും. ഈദ്ഗാഹിലേക്ക് പോകുമ്പോ പോലും തക്ബീർ ചെല്ലൂല. എന്നാൽ ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലും സഹോദരന്മാരെ തക്ബീർ ചൊല്ലൽ പുണ്യമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണാം,
ദുൽഹജ്ജ് മാസം പ്രത്യേകം തക്ബീർ ചൊല്ലാൻ സമയബന്ധിതമായി പഠിപ്പിക്കപ്പെട്ട തക്ബീറുകളുടെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ്? അറഫാ ദിനത്തിന്റെ അന്ന് സുബഹി മുതൽ അയ്യാമുത്ത തശ്രീഖ് അഥവാ ദുൽഹജ്ജ് 13ന്റെ അന്നത്തെ അസർ നിസ്കാരം വരെയാണ് നിസ്കാരങ്ങളുടെ ശേഷം തക്ബീർ ചൊല്ലൽ പ്രത്യേകതയുള്ളത്. ശരിക്കും മനസ്സിലാക്കുക. നിസ്കാരങ്ങളുടെ ശേഷം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളത് അറഫാ ദിനത്തിന്റെ സുബഹിയുടെ നിസ്കാരം മുതൽ അയ്യാമുത്ത തശ്രീഖ് അഥവാ ദുൽഹജ്ജ് 13ന്റെ അന്നത്തെ അസർ വരെയാണ്. എന്നാൽ അതല്ലാത്ത നിലക്ക് എപ്പോഴും നമുക്ക് തക്ബീറുകൾ ചൊല്ലിത്തുടങ്ങാം. ഏത് സമയം മുതൽ? മിൻ അവ്വലി ദുഖൂലി ശഹരി ദിൽ ഹിജ്ജ ഇലാ ആഖിരി അയ്യാമിത് തശ്രീഖ്. ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായത് മുതൽ അയ്യാമുത് തശ്രീഖിന്റെ അവസാന സമയം വരെ നമുക്ക് എപ്പോഴും തക്ബീർ ചൊല്ലാം. പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണാം. അപ്പൊ തക്ബീറുകൾ അധികരിപ്പിക്കണം, ദിക്റുകൾ അധികരിപ്പിക്കണം. ആ ദിക്റുകൾ എന്ന് പറയുമ്പോ ദിക്റുകൾ നമുക്ക് എത്രയാ? ഈ സമുദായം ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ നമ്മുടെ ദിക്ർ തുടങ്ങി. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അവിടം തുടങ്ങി. ഇനി അതിന്റെയും മുമ്പതാ രാത്രിയിൽ ഉണരുമ്പോ നമ്മൾ പ്രത്യേകം പറയാൻ പഠിപ്പിക്കപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതും പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കപ്പെടാൻ അത്ര പുണ്യാണ്. പിന്നെ എന്ത് ചോദിച്ചാലും തരുവും ചെയ്യുന്ന പറഞ്ഞു. ആ സമയത്തുള്ള ദുആ ദിക്ർ അവിടെ മുതൽക്ക് തുടങ്ങുക. ഉണർന്നെഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ആയത്തോദാൻ വരെ പഠിപ്പിക്കപ്പെട്ടു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ എന്ന് തുടങ്ങിയിട്ടുള്ള 11ഓളം ആയത്തുകൾ സൂറത്ത് ആല ഇംറാനിന്റെ അവസാന ഭാഗത്ത് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ചൊല്ലാറുണ്ടായിരുന്നു എന്നവിടുന്ന് പഠിപ്പിച്ചിട്ട് ഇന്ന് വരെ നമുക്കത് ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വേള എല്ലാ ദിവസവും അതുണ്ട്. അത് ദുൽഹജ്ജ് 10 എത്രയായിരിക്കും അതിന്റെ പുണ്യം? വർദ്ധിത തോതിൽ 10 മടങ്ങ് ഇരട്ടിയാക്കി റബ്ബ് തരാമെന്ന് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. സഹോദരിമാരെ, നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന നേരം പോലും ദുരുപയോഗം ചെയ്യണ്ട. മറ്റു കാര്യങ്ങളിലേക്ക് ചെവി കൊടുക്കണ്ട, ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ആ സമയം നിങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ നിങ്ങൾ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പോലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കോ. മഹദിയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പ്രായമേറെ ആയിട്ടുള്ള ഒരു കിഴവിയാണ് ഞാൻ. പലപ്പോഴും പല അമലുകളും ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടാറില്ല. ആരോഗ്യം നശിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ഇരുന്ന ഇരിപ്പിലെ എനിക്ക് പലതും ചെയ്യാൻ കഴിയൂ. എനിക്ക് ചെയ്യാവുന്ന വല്ലതും പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സബ്ബിഹി മിഅത മറ വഹല്ലിലി ബിഅത മറ വകബ്ബിരി മിഅത മറ. 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, വൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. വമ്പിച്ച പുണ്യമാണ് വഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കഴിയാറുണ്ടോ? എല്ലാ ദിവസവും നമ്മളോട് പറഞ്ഞില്ലേ, അതൊക്കെ സുബൈക്ക് ശേഷമാണ് ചൊല്ലി തീർത്താ പിന്നെ മറക്കൂല.
ആ ഒരു പതിവ് നമുക്കുണ്ടാകണം. അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് നൽകിയ വസിയത്തുകളാണത്. പ്രഭാതത്തിൽ ചൊല്ലി തീർക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഇടക്കത് ചൊല്ലി തീർക്കുക. ഇനി അഥവാ സാധ്യമായില്ലെങ്കിൽ സൂര്യൻ ഉദിച്ച ഉടനെയും ചൊല്ലാം. അതുപോലെ തന്നെ അസറിന്റെയും മഗ്രിബിന്റെയും ഇടക്ക് നമ്മൾ ചൊല്ലി തീർക്കേണ്ടുന്ന ഒരുപാട് ദിക്റുകളും ദുആകളുമുണ്ട്. അഥവാ ഒരു ദിവസം സാധ്യമായില്ലെങ്കിൽ മഗ്രിബിന്റെ പിറകെയും നമുക്ക് നിർവഹിക്കാം. അതാണ് അദ്കാറുൽ മസാ. അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനകളാണ് അദ്കാറു സബാഹ്. ഇതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മൾ നിർവഹിക്കാറുണ്ടോ? മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. അത് സമുദ്രത്തിലെ നുരയോളവും പതയോളവും ആധിക്യമുള്ള ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇതിലൂടെ പൊറുക്കപ്പെടുന്നു. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ദിവസേന പകലും രാത്രിയുമായി കൊണ്ടൊരു 200 തവണ ചൊല്ലിക്കോ. ഒരു 100 തവണയെങ്കിലും. അതിനൊക്കെ എത്ര പ്രയാസമുണ്ടോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടം ചൊല്ലാൻ ഏറി വന്നാൽ ശ്രദ്ധയോടെ ചൊല്ലുകയാണെങ്കിൽ 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 100 തവണ ചൊല്ലാൻ 10 മിനിറ്റ്. ഒരു 12 മിനിറ്റ് ചെലവഴിക്കാൻ നമുക്ക് മനസ്സില്ല പോലും. നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരങ്ങളുടെ പിറകെയോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ നിന്റെ വാഹനത്തിലോ ജോലി സ്ഥലത്ത് ഒഴിവ് കിട്ടുമ്പോഴോ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരവസരത്തിൽ അതിനൊരു 12 മിനിറ്റ് നീക്കി വെക്കാൻ സമയമില്ലാത്ത നമ്മൾ ഫേസ്ബുക്കിൽ അലഞ്ഞു തിരിയുന്നു, വാട്സാപ്പിൽ അലഞ്ഞു തിരിയുകയാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സമയം കണ്ടെത്തുകയാണ്. 12 മിനിറ്റ് അല്ല, 12 മണിക്കൂർ ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. അതേ അവസരത്തിൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അശ്റു ഹസന, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ പോലും അവന് 10 പുണ്യമുണ്ടെന്ന് ഓഫർ ചെയ്യപ്പെട്ടിട്ട് രാവിലെ സുബഹിക്ക് ശേഷമോ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പോലുമോ ആ ഖുർആൻ ഒന്ന് നിവർത്തി വെച്ചിട്ട് ചിന്തയോടെ ഒന്ന് പാരായണം ചെയ്യാൻ ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി, നമ്മിൽ പലർക്കും മടിയല്ലേ? നമ്മൾ എത്ര പേരുന്നത് കൊണ്ട് നടക്കുന്നുണ്ട്? ദിക്റുള്ളയിൽ ഏറ്റവും പരമപ്രധാനമായ അഫ്ളലു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അറഫാ ദിനത്തിന്റെ അന്ന് അവിടെയുള്ള ഹാജിമാരും ഇനി അവിടേക്ക് എത്തിപ്പെടാൻ സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ ഏത് കോണിലുള്ളവരാണെങ്കിലും അന്നത്തെ ദിവസം ഈ തക്ബീർ, ഈ തഹ്മീദ്, ഈ തഹ്ലീൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അന്ന് നരകമോചനത്തിന്റെ ദിവസമാണ്. അത് അറഫാത്തിൽ നിൽക്കുന്ന ഹാജിമാർക്ക് മാത്രമല്ല, ആ സ്ഥലത്തിന്റെ പ്രാധാന്യം അവർക്കുണ്ടെന്നോ എന്നതിന്റെ പ്രാധാന്യത്തിന്റെ പുറമേ ലോകത്തിന്റെ ഏത് മുക്കിലുള്ള മനുഷ്യനാണെങ്കിലും അവൻ ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകാഗ്നിയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള ദിവസമാണത്. ശൈത്താന് ഏറെ ദുഃഖം അനുഭവിക്കുന്ന ദിവസമാണത്. അതുകൊണ്ട് ശൈത്താന് ദുഃഖമുള്ള ദിവസം മുഅ്മിനീങ്ങളെ സന്തോഷത്തോടെ നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കണം, കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അത് ഏറ്റവും വരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദിക്റുകൾ മുടക്കരുത്. എല്ലാ സമയത്തും നമുക്ക് ദിക്റുകളുണ്ട്. ഇല്ലാത്ത ദിക്റുകൾ ഒരുപാട് ചൊല്ലി നടക്കുന്ന ആളുകളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറെ ദിക്റുകളും മാലകളും നൂലാമാലകളും വക കിതാബുകളും ഒക്കെ മുസല്ലയിലും നിസ്കാരപ്പായിലും ഒക്കെ കൊണ്ടു നടക്കുന്ന സഹോദരന്മാർ, അത്തരത്തിലുള്ള ദിക്റുകൾ ഇങ്ങനെ തസ്ബീമാലയും അഴിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ ധാരാളമുണ്ട് സഹോദരന്മാരെ, നമുക്ക് ചെയ്യാൻ ധാരാളമുണ്ട്. ദിക്ർ ചൊല്ലുന്നവൻ, ദിക്റുകൾ കൊണ്ട് നടക്കുന്നവന്റെ ഹൃദയവും അല്ലാത്തവന്റെ ഹൃദയവും തമ്മിലുള്ള ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിസലൽ ഹയ്യി വൽ മയ്യിത്തി, ദിക്റുള്ളവന്റെ ഹൃദയം ജീവനുള്ളവനെ പോലെയും ദിക്റില്ലാത്തവന്റെ ഹൃദയം മയ്യിത്തിനെ പോലെയുമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയെടുക്കണം.
രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽക്ക് ദിക്റും ദുആയുമുണ്ട്. രാത്രി ഉറങ്ങുന്നത് വരെ വിവിധങ്ങളായ ദിക്റുകളും ദുആകളും നമുക്ക് ചൊല്ലാനുണ്ട്. അതൊക്കെ ഈ പുണ്യമാസത്തിൽ ഒന്ന് തുടങ്ങി വെക്കൂ. ഈ ദുൽഹജ്ജ് 10 അതിന്റെ ഇടയ്ക്ക് നമ്മൾ തുടങ്ങി വെക്കുക. അങ്ങനെ ആ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ധാരാളമായി ചെയ്യുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അത് തന്നെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിത്തന്നത് എന്താണ്? അഫലാ യതദബ്ബറൂനൽ ഖുർആന അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആൻ എന്തേ അവർ ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിയിരിക്കുകയാണോ? ഇന്നും നമ്മൾ കൊണ്ട് നടക്കുന്ന പള്ളികളിൽ ആയിരക്കണക്കിന് കോപ്പികൾ നിരത്തി വെച്ചിട്ടുള്ള നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ ഷെൽഫുകളിൽ അങ്ങനെ ഇരിക്കുന്ന വിശ്രമം കൊള്ളുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തോട് ഇന്നും ഒരു വല്ലാത്തൊരു വെറുപ്പുള്ള നയമല്ലേ പ്രവൃത്തി രംഗത്ത് നമ്മൾ കാണിക്കുന്നത്? അതൊന്ന് പാരായണം ചെയ്യാനോ അതിൽ പറഞ്ഞ ആശയങ്ങളൊന്ന് പഠിക്കാനോ ഒരു ദിവസത്തിൽ ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കാൻ മനസ്സില്ലാതെ ഈ ഖുർആനിനെ നമ്മൾ അവഗണിക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കേൾക്കണോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, ഖിറാഅത്തു ആയത്തിൻ, നീ ഒരു ആയത്ത് പാരായണം ചെയ്യലാണ്, ഒരായത്ത് നീ പാരായണം ചെയ്യലാണ്. ഏത് നിലക്ക്? അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് അതിൽ പറഞ്ഞ ആശയത്തെ നീ ചിന്തിച്ചുകൊണ്ട് ഒരായത്തോതലാണ് ഖൈറുൻ ലക, നിനക്ക് ഏറ്റവും നല്ലത്. ചിന്തയില്ലാതെ, ആലോചനയില്ലാതെ, ശ്രദ്ധയില്ലാതെ ഒരു ഖത്തം മുഴുവൻ നീ ഓതി തീർക്കുന്നതിനേക്കാളും നല്ലത് ചിന്തിച്ച് അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് ഒരായത്തെങ്കിലും നീ ഓതലാണ് നിനക്ക് ഖൈറ്. അതാണ് നിന്റെ ഖൽബിന് മാറ്റമുണ്ടാക്കുക. അതാണ് നിന്റെ പരലോകത്തേക്ക് ആവശ്യമായ ഈമാൻ നിനക്ക് വർദ്ധിപ്പിക്കുക എന്ന് പണ്ഡിതന്മാര് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഇന്ന് വരെ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാനുള്ള വേദികളിൽ എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണ്ടേ? എത്രയെത്ര സദസ്സുകളാണ് നമ്മുടെ മുമ്പിൽ ഈ രാജ്യത്തെ ഗവൺമെന്റ് ദാനമായി തരുന്നത്. ഖുർആൻ പഠിച്ചോളൂ, മനഃപ്പാഠമാക്കിക്കോളൂ, അർത്ഥം പഠിച്ചോളൂ, ആശയം പഠിച്ചോളൂ. എത്രയെത്ര അവസരങ്ങളാണ് നമുക്ക് തരുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ പോകൂല. ട്രാഫിക്കാണ്, അത് തിരക്കാണ്, എനിക്ക് സമയമില്ല. ഈ ബിസി എന്നാ സഹോദര തീരാ? എന്നാണ് ഈ തിരക്കുകൾ തീരാ? എന്നാ ഇതൊക്കെ അവസാനിക്കുക? മരണത്തിന്റെ മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുന്ന നേരത്ത് പറയും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കിത്തായോ. ഇപ്പൊ എനിക്ക് സമയത്തിന്റെ വില മനസ്സിലായി, പഠനത്തിന്റെ വില മനസ്സിലായി. ഞാനൊന്നും പഠിച്ചില്ലല്ലോ. ഒരവസരം എനിക്ക് തന്നാൽ ഞാൻ നന്നായിക്കൊള്ളാം, പഠിച്ചോളാം, അമല് ചെയ്തോളാം, നല്ലതൊക്കെ ചെയ്തോളാം. പക്ഷേ അല്ല പറയുന്നത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് നിന്റെ ഒരു ആഗ്രഹം മാത്രമാണ്, നിന്റെ ഒരു മോഹം മാത്രമാണ്. ഇനി നിനക്ക് ദുനിയാവിലേക്ക് ഒരു മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് പോലും നിനക്ക് മടക്കമില്ല. ഇനി ചെന്ന് കിടക്കേണ്ട സ്ഥലം വേറെയാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാട് വരെ ചെന്ന് കിടക്കേണ്ടത് ഖബറിലാകുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ വിലാപം മരണത്തിന്റെ നേരത്തെ വിലപിക്കാതെ ഒരു തെമ്മാടിയും ഈ ലോകത്തൊന്നും പോകൂല എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ നമ്മളാരും ഒന്നുവരെ കേട്ടിട്ടില്ല അല്ലേ? ഒരാളും അങ്ങനെ വിളിച്ചു നിലവിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? കേൾക്കൂല. പക്ഷേ മരണത്തിന്റെ വേളയിൽ നമ്മുടെ കാഴ്ചയുടെ പവർ കൂടും, നമ്മുടെ കാതിന്റെ പവർ കൂടും. ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ മലക്കുകളെ. ഇന്ന് വരെ മലക്കുകളുടെ വോയിസ്, ശബ്ദം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ മരിക്കുന്നതിന്റെ മുമ്പ് മലക്കുകളെ കണ്ടേ മരിക്കൂ. മലക്കുകളുടെ ശബ്ദം, കനത്ത ശബ്ദം കേട്ടേ മരിക്കൂ. ഒരു സംശയവും വേണ്ട. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും. മുഅ്മിനാണെങ്കിൽ നല്ല നല്ല വാർത്തകൾ കേൾക്കും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറയുകയും അതിനനുസരിച്ച് ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത മനുഷ്യന്മാരുടെ അടുത്ത് മരണത്തിന്റെ സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് അവനോട് പറയും, നീ ഞങ്ങളെ കണ്ട് പേടിക്കണ്ടോ, പേടിക്കണ്ട. ഇന്ന് പേടിപ്പിക്കാൻ വന്നവരല്ല ഞങ്ങൾ. നിന്റെ ആത്മാവിനെ നല്ല നിലക്ക് പിടിക്കാനാണ് ഞങ്ങൾ. സന്തോഷത്തോടെ ഇറങ്ങിക്കോ.
സന്തോഷത്തോടെ ഇറങ്ങിക്കോ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഓ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ല പറഞ്ഞതുപോലെ ജീവിച്ചുകൊണ്ട്, കുറച്ച് ത്യാഗം സഹിച്ചുകൊണ്ട്, തെമ്മാടിത്തമൊന്നും ചെയ്യാതെ ജീവിച്ച ആത്മാവേ, ഇറങ്ങിക്കോ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. തൃപ്തിയോടെ ഇറങ്ങിക്കോ. സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നീ, ഇറങ്ങിക്കോ. അല്ലാ തഖാഫു വലാ തഹ്സനു. സന്തോഷിച്ചോളൂ, സങ്കടപ്പെടണ്ട. വഅബ്ശിറൂ, സന്തോഷിച്ചോളൂ. ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗത്തിന്റെ കാഴ്ച ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മലക്കുകളുടെ വർത്താനം അവർ കേൾക്കുകയാണ്. അവരുടെ എതിരേൽക്കലും വരവേൽക്കലും സ്വാഗതമോദലും ഒക്കെ കേട്ടുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ആത്മാവിങ്ങനെ അത്യുന്നതമായ ഇല്ലീൻ എന്ന പദവിയിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അതേ അവസരത്തിൽ വഅമ്മൽ കാഫിറു വബിൽ മുനാഫിഖ്, കാഫിറും മുനാഫിഖും ആണെങ്കിലോ ഇറങ്ങാൻ മടിയാണ്. എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട, എനിക്ക് പോണ്ട, എന്നെ കൊണ്ടുപോണ്ട, എന്നെ കൊണ്ടുപോണ്ട എന്ന് പറയുമ്പോ ഇറങ്ങടാ പുറത്തേക്ക്, ഇറങ്ങ് പുറത്തേക്ക്. മലക്കുകൾ അവരുടെ കൈകൾ പരത്തും. അവരുടെ അടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ റഹ്മാനായ റബ്ബ് നമ്മെ അറിയിച്ചു കഴിഞ്ഞു. വൽ മലായികതു ബാസിതു ഐദീഹിം. മലക്കുകൾ അവരുടെ കൈകൾ അതാ നിവർത്തി പിടിച്ചു കഴിഞ്ഞു. യദ്രിബൂന, ശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അവരുടെ മുഖങ്ങളിലേക്ക്, അവരുടെ പുറഭാഗങ്ങളിലേക്ക്, പൃഷ്ഠഭാഗങ്ങളിലേക്ക് കൈ നിവർത്തി പിടിച്ചുകൊണ്ട് ആഞ്ഞടിച്ച് അവരത് അടിച്ചടിച്ചിട്ടാണ് അവന്റെ ആത്മാവിനെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. ആ സമയത്ത് മനുഷ്യന്റെ വിലാപമാണ്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കിത്താ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അല്ലാഹ്, ഒന്ന് സമയം തന്നാൽ മതി, ഒരല്പ സമയം തന്നാൽ മതി എന്ന് പറയുമ്പോ അവിടെയാണ് മറുപടിക്കല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അറിയൂല നിസ്കാരത്തിന്റെ ദിക്റുകൾ, ദുആകൾ അറിയൂല. ഉറ്റവരും ബന്ധപ്പെട്ടവരും മരിച്ചു കിടക്കുന്ന ആ സമയത്ത് പോലും പൊട്ടി പൊട്ടി കരയാനല്ലാതെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ സന്താനങ്ങൾക്ക് വേണ്ടി, എന്റെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് നിർവഹിക്കാൻ ആ ജഡം അടക്കപ്പെടുന്നതിന്റെ മുമ്പ് എനിക്ക് ചെയ്യാവുന്ന ജനാസ നിസ്കാരം പോലും ആ സമയത്ത് എനിക്ക് നിർവഹിക്കാനാവില്ലല്ലോ എന്ന് വിളിച്ച് അട്ടഹസിച്ച് വിലപിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട്. പക്ഷെ ആർക്ക് വേണം ആ വിലാപം? ആർക്ക് വേണം ആ സങ്കടം? കൊണ്ടുപോകൂലേ ജനാസ കൊണ്ടുപോയി അടക്കൂലേ? നിനക്ക് അവസരമുണ്ടോ? നമുക്ക് അവസരമുണ്ടോ? ഇന്നുവരെ പഠിച്ചിട്ടില്ല. മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ അവസരം ലഭ്യമാകുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കൂ സഹോദരന്മാരെ, തൗഫീഖ് ലഭ്യമാവാൻ. ദുആയുടെ ദിവസങ്ങളാണ്, ദുആ അധികരിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാണ്. നരകമോചനം നമുക്ക് കിട്ടണം, നല്ല മരണം കിട്ടണം. അതാണ് പ്രധാനം. ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസാനത്തെ സമയം എങ്ങനെയായിരിക്കുമെന്ന് രാജാതിരാജനായ റബ്ബിന് മാത്രമേ അറിയൂ. മനുഷ്യർക്ക് കാണുമ്പോ നല്ലവനായി ജീവിച്ച മനുഷ്യനായിരിക്കും, പക്ഷേ മരണത്തിന്റെ സമയത്ത് ഒരുപക്ഷെ അവൻ കാഫിറായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. നമ്മുടെ കാഴ്ചയിൽ നല്ലവരായിരുന്നിരിക്കാം, പക്ഷേ മരിക്കുന്ന നേരത്ത് കാഫിറായി പോയി. തിരിച്ചും ഉണ്ട്, തിരിച്ചും സംഭവിക്കാം. അതുകൊണ്ടാണ് എപ്പോഴും അള്ളാഹുവിനോട് ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി ചോദിക്കണം എന്ന് പറയും, നല്ല അന്ത്യം തരാൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വരെ പ്രാർത്ഥിച്ചു, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരുടെ കൂടെ എന്നെ ചേർത്ത് തരണമേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ നമ്മൾ എത്ര തവണ ചോദിക്കണം, എത്ര തവണ തേടണം? അപ്പോ സുന്നത്ത് നിസ്കാരങ്ങള്, ഖുർആനോത്ത്, ദിക്റുകള്, ദുആകള്, തസ്ബീഹുകള്, തക്ബീറുകള്, തഹ്മീദുകള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലല്, അർത്ഥവും ആശയവും പഠിക്കൽ, ഖുർആൻ ഓതൽ, അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യൽ, കുടുംബ ബന്ധങ്ങൾ പുതുക്കൽ, നാട്ടിലേക്ക് ഫോൺ ചെയ്യൽ, ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം പുതുക്കൽ, അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കൽ. പെരുന്നാളാണ് വരുന്നത്, പാവപ്പെട്ട ഒരു കുഞ്ഞിന്, ഒരു കുട്ടിക്കൊരു പുടവ നൽകാൻ, ഒരു ഈദ് കിസ്വ നൽകാൻ, ഒരു പെരുന്നാൾ
പെരുന്നാൾ ഉടുപ്പിന് മോഹിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു പുതുവസ്ത്രം എത്തിക്കാൻ, മാംസം വാങ്ങാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ 400-500 ഒക്കെ രൂപ വേണം ഒരു കുടുംബത്തിന് ഒരു മാംസം വാങ്ങണമെങ്കിൽ. അതിന് ഗതിയില്ലാത്ത ആയിരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കത് എത്തിച്ചു കൊടുക്കാൻ, ഉദുഹിയത്തിൽ പങ്കുചേരാൻ, അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ, ഇങ്ങനെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ മലർക്കെ തുറക്കപ്പെടുകയാണ്. എത്ര പേര് സന്നദ്ധരായിട്ടുണ്ടെന്നേ റബ്ബിന് അറിയേണ്ടതുള്ളൂ. അതാണ് റബ്ബ് നമ്മളോട് ചോദിക്കുന്നത്, ആർക്കാണ് അതിന് താല്പര്യം? ഇതാ ഇത്ര രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ധാരാളക്കണക്കിന് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കണം, സ്വഭാവം നന്നാക്കണം. ഇബാദത്തുകളൊക്കെ ചെയ്യുന്നു, പക്ഷേ സ്വഭാവം മോശമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ല യുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദർജത സ്വാഇമിൽ ഖായിം. ഒരു നല്ല സ്വഭാവത്തോടെ ആളുകളോട് പെരുമാറുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എത്തിപ്പെടാൻ കഴിയും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരു ആബിദിന്റെ സ്ഥാനത്തേക്ക്. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ല സ്വഭാവം. മാ മിൻ ശൈഇൻ അസ്ഖലു ഫിൽ മീസാൻ മിൻ ഹുസ്നിൽ ഖുലുഖ്. സൽസ്വഭാവത്തോളം മീസാനിൽ കനം തൂങ്ങുന്നൊരു വേറെ കാര്യമില്ല എന്നാണ്. നല്ല പെരുമാറ്റം, നല്ല സംസാരം, ഒരാളോടൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും സദഖ. നല്ല ഇടപെടൽ, നല്ല സംസാരം, ദേഷ്യം വന്നാൽ നിയന്ത്രിക്കുക, ദേഷ്യം വന്നാൽ അടക്കുക, തന്നോട് ദ്രോഹം ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ജനങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും അധികരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുലുഖ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക, നല്ല സ്വഭാവത്തിൽ ജീവിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെല്ലാം കർമ്മങ്ങൾ നമുക്ക് ചെയ്യണം. ഒരു ദിവസവും സൽക്കർമ്മങ്ങൾക്ക് ഇത്ര പ്രാധാന്യമുള്ള വേറെ ദിവസങ്ങളില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതും ഒരുപക്ഷെ വിട്ടുപോയതുമായ എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ ഈ വരുന്ന ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിനുള്ളൊരു തീരുമാനമെടുക്കുക. അള്ളാഹു നമുക്കെല്ലാം അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. വലിയ രൂപത്തിലുള്ള പ്രാധാന്യപൂർവ്വം അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മലയാളികൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, ഗവൺമെന്റ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ പരിപാടി വരുന്ന വെള്ളിയാഴ്ച ഇതേ സമയത്ത് കിതാബ് റൗണ്ട് അബൌട്ടിന്റെ സമീപത്തുള്ള കൾച്ചറൽ പാലസ് ഓഡിറ്റോറിയത്തിലായിരിക്കും നടക്കുക. അന്ത്യപ്രവാചകന്റെ അന്ത്യപ്രഭാഷണം എന്ന വിഷയത്തിലാണ് അവിടെ നമുക്ക് വിഷയം സംസാരിക്കാനുള്ളത്. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും എല്ലാവരുമായി കൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ ആ ഹാളിലേക്ക് വരുന്ന വെള്ളിയാഴ്ച ഇശാഇന്റെ സമയത്ത് എത്തണം എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ തുറന്നു കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന, അതിന് നന്ദി ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജവാന്മാർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മയും മറ്റു ബന്ധപ്പെട്ടവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصر جيوش المسلمين في كل مكان. اللهم أيدهم بتأييدك يا رب العالمين واحفظهم بحفظك يا رب العالمين. أنت خير الحافظين. اللهم أدم دولة الإمارات اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.